ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. 11ാമത് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിലും 5ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനലിലും പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ ജേതാവായി. കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടൻ CBL ഓവറോൾ ചാമ്പ്യനായി. അഷ്ടമുടിക്കായലിലും കാണികളിലും ആവേശത്തിന്റെ ഓളം നിറച്ച അത്യന്തം വാശിയേറിയ മത്സരങ്ങളാണ് ഇക്കുറി ജലോത്സവത്തിൽ കാണാനായത്. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ, ഇരുട്ടുകുത്തി A ഗ്രേഡ്, ഇരുട്ടുകുത്തി B ഗ്രേഡ്, വനിതകളുടെ തെക്കനോടി, ഫസ്റ്റ് ലൂസേഴ്സ്, ഫൈനൽ എന്നിങ്ങനെ സമയക്രമം പാലിച്ചായിരുന്നു മത്സരങ്ങൾ. ഹീറ്റ്സ് മത്സരങ്ങളിലെ വേഗമികവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചുണ്ടൻ വള്ളങ്ങളുടെ തെരഞ്ഞെടുപ്പ്. 1100 മീറ്റർ ദൈർഘ്യമുള്ള 3 ട്രാക്കുകളിലായി 3 വീതം ചുണ്ടൻ വള്ളങ്ങളാണ് ഒരു സമയം മത്സരിച്ചത്. 3 മിനിറ്റും 36 സെക്കൻഡും 548 മൈക്രോ സെക്കൻഡിലും തുഴഞ്ഞെത്തിയ നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടനാണ് പ്രസിഡന്റ്സ് ട്രോഫിയിലും CBL 5ാം സീസണിലും ജേതാവായത്. 3 മിനിറ്റ് 37 സെക്കൻഡുകൾക്ക് ഫിനിഷ് ചെയ്ത കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടൻ രണ്ടാമനായി. 3 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടൻ മൂന്നാമതായി. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ജില്ലയിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ആചാരത്തിന്റെ ഭാഗമായി തിരുവാതിരക്കളി കാഴ്ചവെച്ചു. കടവൂർ മഹാദേവ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. സ്ത്രീകളും കുട്ടികളും വ്രതം നോറ്റ് പരമ്പരാഗത വേഷമണിഞ്ഞ് തിരുവാതിരയിൽ പങ്കെടുത്തു. മാസങ്ങളായി പരിശീലിച്ച് തിരുവാതിര നാളിൽ അമ്പലമുറ്റത്ത് ആസ്വാദകർക്ക് മുന്നിൽ ആടിപ്പാടിയുള്ള അരങ്ങേറ്റം സ്ത്രീകൾ ആഘോഷമാക്കി. 20 മുതൽ 70 വരെ അംഗങ്ങളാണ് ഓരോ തിരുവാതിരക്കളി സംഘങ്ങളിലും ഉണ്ടായിരുന്നത്. വാളത്തുങ്കൽ കളരിവാതുക്കൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വനിതകൾക്ക് പുറമെ ബാലികമാരുടെ സംഘങ്ങളും തിരുവാതിര അവതരിപ്പിച്ചു. വ്രതം നോൽക്കുന്നവർക്ക് തിരുവാതിര തലേന്ന് ക്ഷേത്രത്തിൽ തയ്യാറാക്കിയ എട്ടങ്ങാടി പുഴുക്ക് അത്താഴ പ്രസാദമായി നൽകി. കലാമണ്ഡലം സജിനി ഉൾപ്പെടെ പ്രഗത്ഭരായ നൃത്താധ്യാപകർ നേതൃത്വം നൽകി. പരമ്പരാഗത തിരുവാതിര ഗാനങ്ങൾക്കും അനുയോജ്യമായ ഭക്തിഗാനങ്ങൾക്കും മംഗമാർ ചുവടുവെച്ചു. ഭക്ഷ്യസുരക്ഷാ നഗരം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം സെന്റ് അലോഷ്യസ് സ്കൂളിൽ കൊല്ലം കോർപ്പറേഷൻ മേയർ AK ഹഫീസ് നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കുടുംബശ്രീ, ആശാ വർക്കർ, റെസിഡൻസ് അസോസിയേഷനുകൾ, ഹോട്ടൽ ഉടമകൾ, ബേക്കറി ഉത്പാദകർ എന്നിവർക്കും ബോധവത്കരണ ക്ലാസുകൾ നൽകും. ആരോഗ്യതലിക ബോധവത്കരണ ക്ലാസ്, ഭക്ഷ്യസുരക്ഷാ ക്ലബ്ബ് എന്നിവയുടെ ഉദ്ഘാടനം വിമല ഹൃദയ ഗേൾസ് സ്കൂളിൽ ജില്ലാ കളക്ടർ N ദേവിദാസ് നിർവഹിച്ചു. യുവ ആപ്താമിത്ര ദുരന്ത നിവാരണ പരിശീലന ക്യാമ്പിന് തുടക്കമായി. ക്യാമ്പിൽ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 150 NSS വോളണ്ടിയർമാർക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകും. കൊട്ടിയം ക്രിസ്തു ജ്യോതിസ് അനിമേഷൻ സെന്ററിലാണ് 7 ദിവസം നീളുന്ന ക്യാമ്പ്. ജില്ലാ കളക്ടർ N ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, നാഷണൽ സർവീസ് സ്കീം എന്നിവ സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ യുവജന പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ദുരന്ത നിവാരണത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ ദുരന്ത സാധ്യത കുറയ്ക്കൽ, തിരച്ചിലും രക്ഷാപ്രവർത്തനവും കാര്യക്ഷമമാക്കൽ, പ്രഥമ ശുശ്രൂഷ, അടിയന്തര സഹായം എത്തിക്കൽ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, സമൂഹതല ഏകോപനം എന്നിവയിൽ പരിശീലനം നൽകും. മണ്ണിടിച്ചിൽ, പ്രളയം, വെള്ളത്തിലുണ്ടാകുന്ന അപകടം, റോഡപകടങ്ങൾ, തീപിടുത്തം, വനവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ തുടങ്ങി അടിയന്തര ഘട്ടങ്ങളിൽ ജില്ലാ ഭരണകൂടത്തെ സഹായിക്കാൻ പ്രാപ്തരായ സന്നദ്ധ പ്രവർത്തകരെ ക്യാമ്പിൽ പരിശീലിപ്പിച്ചെടുക്കും. സ്റ്റോറുകൾ മുഖേന കശുവണ്ടി വികസന കോർപ്പറേഷൻ ഉത്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മാടൻനടയിൽ മന്ത്രി GR അനിൽ നിർവഹിച്ചു. തെക്കേവിള പുത്തൻനട 182-ാം നമ്പർ സ്റ്റോർ ഉടമയ്ക്ക് കശുവണ്ടി പരിപ്പ് നൽകി കൊല്ലം മേയർ AK ഹഫീസ് ആദ്യ വിൽപ്പന നടത്തി. ആയൂർ തോട്ടത്തറ മുട്ടക്കോഴി ഹാച്ചറിയിൽ തീവ്രത കുറഞ്ഞ H9N2 പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. നിരവധി കോഴികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ ദേശീയ ഹൈ സെക്യൂരിറ്റി രോഗനിർണയ ലബോറട്ടറിയിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് H9N2 പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇത് മനുഷ്യരിലേക്ക് പകരില്ല. മുൻകരുതൽ എന്ന നിലയിൽ നിരീക്ഷണം 16 പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിച്ചു. ആയൂർ തോട്ടത്തറ ഹാച്ചറി സ്ഥിതി ചെയ്യുന്ന ഇളമാട് ഗ്രാമപഞ്ചായത്ത് കൂടാതെ ഇട്ടിവ, ഇടമുളയ്ക്കൽ, കല്ലുവാതുക്കൽ, ഉമ്മന്നൂർ, കടയ്ക്കൽ, വെളിയം, വിളിനല്ലൂർ, വെട്ടിക്കവല, ചടയമംഗലം, നിലമേൽ, പൂയപ്പള്ളി, അഞ്ചൽ, അലയമൺ പഞ്ചായത്തുകളിലാണ് നിരീക്ഷണം ഏർപ്പെടുത്തിയത്. കൂടാതെ തിരുവനന്തപുരം അതിർത്തിയായ മടവൂരും പള്ളിക്കലും നിരീക്ഷണം ശക്തമാക്കി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.